ചില പ്രതികരണങ്ങൾ കൂടി അവിടെ നിന്ന് വരുന്നുണ്ട്. ഹാജരാക്കി സാക്ഷികളെ സ്വാധീനിക്കാനും സാധ്യതയുള്ളതുകൊണ്ട് ബെയിൽ നിഷേധിക്കാൻ പറഞ്ഞു. കോടതി അത് അംഗീകരിച്ചു. ഇല്ല, കസ്റ്റഡി അപേക്ഷ കൊടുത്തില്ല. പോലീസ് കസ്റ്റഡി അപ്ലിക്കേഷൻ കൊടുത്തിട്ടില്ല. കസ്റ്റഡി ആവശ്യമില്ലാത്തതുകൊണ്ടായിരിക്കും കൊടുക്കാത്തത്. നിലവിലെ സാഹചര്യത്തിൽ കസ്റ്റഡി ആവശ്യമില്ല എന്നുള്ളതാണ് അല്ലേ? കസ്റ്റഡി അപ്ലിക്കേഷൻ കൊടുത്തിട്ടില്ല. കൃത്യമായി നമുക്ക് നമ്മളുടെ വാദം കോടതിയെ ധരിപ്പിക്കാൻ കഴിഞ്ഞു. അങ്ങനെ തന്നെയല്ല. അതെ, കോടതിയിലെല്ലാം സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. കോടതി പരിശോധിച്ചിട്ടുണ്ടാകാം. അങ്ങനെ ഓർഡറിലൊന്നും പറയില്ല. കോടതിയിൽ അന്വേഷിച്ചറിയാം. എന്തായാലും പ്രോസിക്യൂഷൻ അഭിഭാഷകൻ ശരി, 14 ദിവസത്തേക്കായി ആണ് ബോബി ചെമ്മണ്ണൂരിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റും. ഉത്തരവ് കേട്ട ഉടൻ പ്രതിക്കൂട്ടിൽ വീണ്ടും പ്രതികരണം കോടതിയിൽ ചോദിക്കണം കേട്ടോ. ഇപ്പൊ ആദ്യം ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോകുന്നത് ആയിരിക്കാം. തീർച്ചയായും അഭിലാഷ് ആദ്യം ആശുപത്രിയിൽ. ശരി, ഏതായാലും ഉത്തരവ് കേട്ടയുടൻ പ്രതിക്കൂട്ടിൽ തളർന്നിരിക്കുകയായിരുന്നു ബോബി ചെമ്മണ്ണൂർ എന്നാണ് അർജുൻ മട്ടന്നൂർ റിപ്പോർട്ട് ചെയ്യുന്നത്. ജനറൽ ആശുപത്രിയിലേക്ക് ബോബി ചെമ്മണ്ണൂരിനെ മാറ്റും എന്നൊരു വിവരം കൂടി വരുന്നു. ഏതായാലും 14 ദിവസത്തേക്കാണ് ബോബി ചെമ്മണ്ണൂരിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ശ്യാം ദേവരാജ്, കൃത്യമായ സന്ദേശം തന്നെയാണ് കോടതി നൽകുന്നത്. സമൂഹത്തിൽ എത്ര ഉന്നതനായാലും എത്ര പണമുള്ളയായാലും നിയമത്തിന് വിധേയൻ തന്നെയാണ്. ഇത്തരത്തിൽ സ്ത്രീകളെ അധിക്ഷേപിച്ച കേസിൽ ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ ജയിലിനകത്തേക്ക് പോവുകയാണ്. അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തിരിക്കുന്ന വിധി പ്രസ്താവത്തിന്റെ വിശദാംശങ്ങൾ എന്താണ്? വിനിത വേണു, ജുഡീഷ്യറിയിൽ നിന്ന്, നീതിന്യായ സംവിധാനത്തിൽ നിന്ന്, വ്യവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് വലിയൊരു സന്ദേശമാണ്. അത് എത്ര ഉന്നതനായാലും അയാൾ നിയമത്തിന് കീഴിലാണ്. നിയമമാണ് ഏറ്റവും വലുത് എന്ന് തന്നെയാണ്. ബോബി ചെമ്മണ്ണൂർ സംസ്ഥാനത്തെ വളരെ വലിയ ഒരു വ്യവസായിയാണ്, കോടീശ്വരനാണ്. പക്ഷേ അതൊന്നും ജാമ്യം കിട്ടാനുള്ള കാരണമല്ല എന്ന കാര്യമാണ് കോടതി ഈ ഉത്തരവിലൂടെ വ്യക്തമാക്കുന്നത്. ബോബി ചെമ്മണ്ണൂർ ചെയ്തത് ഗൗരവതരമായ കുറ്റകൃത്യമാണ് എന്ന കാര്യം നിരീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ ജാമ്യം നൽകേണ്ടതില്ല എന്ന കാര്യവും കൂടി മജിസ്ട്രേറ്റ് കോടതി നിരീക്ഷിക്കുന്നുണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് മജിസ്ട്രേറ്റ് കോടതി ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം നിഷേധിക്കുന്നത്. ബോബി ചെമ്മണ്ണൂരിനെ പുറത്തിറക്കുകയാണ്. അദ്ദേഹത്തെ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ആ ഒരു വ്യക്തിക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു വിധിയാണ് ഇതെന്ന് പറയാനായിട്ട് ശരി, നമുക്ക് പ്രതികരണങ്ങളിലേക്ക് വീണ്ടും പോകേണ്ടതുണ്ട്. ഏതായാലും ബോബി ചെമ്മണ്ണൂരിനെ ഉടൻ തന്നെ പുറത്തിറക്കും, ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉത്തരവ് കേട്ടയുടൻ പ്രതിക്കൂട്ടിൽ തളർന്നിരിക്കുകയായിരുന്നു, ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. അലി, ഇപ്പോൾ പ്രോസിക്യൂട്ടറാണ് സംസാരിച്ചതല്ലേ, എന്താണ് വിധിയുടെ വിശദാംശങ്ങൾ? വിനീത, തീർച്ചയായും ഈ പറഞ്ഞതുപോലെ ഒരു കൃത്യമായ സന്ദേശം സമൂഹത്തിന് നൽകുക എന്നത് തന്നെയാണ് ഈ വിധിയിലൂടെ ലക്ഷ്യം വെച്ചിരിക്കുന്നതും. കാരണം ഇത്രയും ഈ പിടിപാടുള്ള സമൂഹത്തിൽ ഇത്രയും സമ്പന്നനായി നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഇത്തരം ഒരു കേസിൽ ജാമ്യം നൽകുകയാണെങ്കിൽ സ്വാഭാവികമായും ഇനിയും സമൂഹ മാധ്യമങ്ങളിലൂടെ ഇത്തരത്തിലുള്ള അവഹേളനങ്ങൾ, ഈ ഇത്തരത്തിൽ ലൈംഗികാതിക്രമ ചുവയോടുകൂടിയുള്ള സംസാരങ്ങളും പോസ്റ്റുകളും എല്ലാം അത് സ്വാഭാവികമായി മാറും. ഇത്തരത്തിലുള്ളൊരു സാഹചര്യം നിലനിൽക്കെ കൃത്യമായൊരു ഇടപെടൽ, ഇത്തരത്തിലുള്ള ഈ അശ്ലീല പരാമർശങ്ങൾ സ്ത്രീകൾക്കെതിരെ നടത്തുന്ന സമൂഹ മാധ്യമങ്ങൾ പോസ്റ്റുകൾക്കും കണ്ടന്റുകൾക്കും എല്ലാം തടയിടുന്ന നിലയിലുള്ള ഒരു വിധി എന്ന് തന്നെ പറയണം ബോബി ചെമ്മണ്ണൂരിനെതിരെ ഇപ്പോൾ കോടതി കൈക്കൊണ്ടിരിക്കുന്ന വിധി എന്ന് പറയുന്നത്. 14 ദിവസത്തെ റിമാൻഡിൽ ബോബി ചെമ്മണ്ണൂരിനെ പോലൊരു വ്യക്തി സ്വാഭാവികമായും ജയിലിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ ഇനി അതൊരു മുന്നറിയിപ്പായി ഇവിടെ നിലനിൽക്കും എന്നുള്ളതാണ് ഈ വിധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബോബി ചെമ്മണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം സമൂഹ മാധ്യമങ്ങൾ വഴി കാലങ്ങളായി ഇയാളുടെ കണ്ടന്റുകൾക്കെതിരെ ഇത്തരത്തിൽ വിമർശനം ഉയർന്നിട്ടുണ്ടെങ്കിലും ഇന്നോളം ഇതൊരു നിയമ നടപടിയിലേക്ക് പോയിട്ടില്ല എന്നുള്ളതായിരുന്നു ബോബി ചെമ്മണ്ണൂരിന്റെ കോൺഫിഡൻസ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു നടപടികൾ തുടരാനുള്ള അയാളുടെ ആത്മവിശ്വാസം എന്ന് പറയുന്നത്. അതിനുകൂടിയാണ് ഇവിടെ തടയിടപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഹണി റോസ് ആദ്യഘട്ടം മുതൽ പറഞ്ഞിരുന്നു ഇത് താനൊരു യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. ഇത്തരത്തിലുള്ള അശ്ലീല പരാമർശങ്ങൾ സ്ത്രീകൾക്കെതിരെ സമൂഹ മാധ്യമങ്ങൾ വഴി നടത്തുന്നവർക്കെതിരെ താനൊരു യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. അതിന്റെ ഭാഗമായാണ് ബോബി ചെമ്മണ്ണൂരിനെതിരായ പരാതി എന്ന് ഹണിറോസ് ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നു. ഇത് കൃത്യമായൊരു അത്തരത്തിലുള്ള ഒരു നീക്കം തന്നെ, ഈ നിയമ പോരാട്ടത്തിൽ ഹണിറോസ് ഉറച്ചു നിന്നു എന്നുള്ളത് അത്തരത്തിലൊരു നീക്കം തന്നെ എന്ന് വേണം പറയാൻ. ഹണിറോസ് പ്രതീക്ഷിച്ചതുപോലെ നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസമുണ്ട് എന്ന് ഹണിറോസ് ആദ്യം മുതൽ പറഞ്ഞതുപോലെ ആ നീതിന്യായ വ്യവസ്ഥ പരാതിക്കാരിക്കൊപ്പം നിന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഈ ജാമ്യാപേക്ഷ തള്ളി എന്നുള്ളത് ബോബിയെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിക്കുന്ന
വാർത്ത തന്നെയായിരിക്കാം. കാരണം അത്രയും ആത്മവിശ്വാസത്തിലാണ് ബോബി പോലീസിന്റെ വാഹനത്തിലിരുന്നത്, പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വരുന്നത്, കോടതിയിലേക്ക് കയറി പോകുന്നത്. സ്വാഭാവികമായും ഇപ്പോൾ ജാമ്യം ലഭിക്കില്ല, ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്ന വിധി വന്ന സാഹചര്യത്തിൽ ബോബി കുഴഞ്ഞു വീണിരിക്കുന്നു. ആശുപത്രിയിലേക്ക് അല്പസമയത്തിനുള്ളിൽ ബോബിയെ മാറ്റും എന്നുമാണ് ഇപ്പോൾ കോടതിക്ക് അകത്തു നിന്നും ലഭിക്കുന്ന വിവരം. നിലവിലിപ്പോൾ ഈ തലകറങ്ങി വീണ ബോബി ഇപ്പോൾ വാഷ്റൂമിലേക്ക് പോയിരിക്കുകയാണ്. ഇനി അല്പസമയത്തിനുള്ളിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമെന്നുമാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും കൃത്യമായൊരു സന്ദേശം ഈ വിധിയിലൂടെ കോടതി സമൂഹത്തിന് നൽകിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്കെതിരെ സമൂഹ മാധ്യമങ്ങൾ സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന, വെർബൽ റേപ്പിന് വേണ്ടി ഉപയോഗിക്കുന്ന ആളുകൾക്കുള്ള കൃത്യമായൊരു മുന്നറിയിപ്പ്, ഇനി ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കാതിരിക്കാനുള്ള മുന്നറിയിപ്പ് തന്നെയാണ് ബോബി ചെമ്മണ്ണൂരിനെതിരായ ഈ കേസിൽ, ഈ പരാതിയിൽ കോടതി ഇപ്പോൾ ഈ വിധിയിലൂടെ നടപ്പാക്കിയിരിക്കുന്നത്. 16 ദിവസത്തെ റിമാൻഡ്, ബോബി ജയിലിലേക്ക് പോകുന്നതാണ് ഈ വിഷയത്തിലെ ഏറ്റവും നിർണായകമായ ശരി, അലി, എന്താണ് ബോബി ചെമ്മണ്ണൂരിന്റെ ആരോഗ്യാവസ്ഥ എന്ന് നോക്കുക.